അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. ഞാൻ അന്ന് പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചത് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറിങ്ങനെ ഗ്യാസിൽ വെച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ച് കൊടുക്കട്ടോ. അതിനി അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കറിയാട്ടോ ഉണ്ടാക്കണത്. തേങ്ങ ഒന്നും അരക്കണില്ല. അപ്പോൾ ഞാൻ പരിപ്പ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി പിന്നെ വലിയ ഒരു ഉള്ളിയും കൂടെ കട്ട് ചെയ്തേണ്ട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് 2-3 വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തേണ്ട അതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അതിലേക്ക് ഒരു തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ കഷ്ണം ഇഞ്ചിൻ്റെ കഷ്ണം കേട്ടോ. ഇഞ്ചി ചതച്ചതിൻ്റെ ഒരു പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് തുള്ളി വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ കുക്കറിൻ്റെ മേലേക്ക് ഇങ്ങനെ തിളച്ച് പൊന്തൂരെ നമ്മൾ പരിപ്പ് ഇതൊക്കെ വെച്ചാൽ അതുണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല വൃത്തിക്ക് ഉണ്ടാവും കുക്കർ കേട്ടോ. പുറത്തേക്കൊന്നും തിളച്ച് വെക്കൊന്നുമില്ല. അങ്ങനെ നരിമ്പതിയായി പൊന്തുമ്പോഴേ നമ്മൾ ചെറിയ കുക്കറിലൊക്കെ വെക്കുമ്പോൾ മേലേക്ക് വിസിലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വരുമല്ലോ, അതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ 2 വിസിലടിച്ചാൽ നമുക്കിത് ഓഫാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഒറ്റ ഇതും മഞ്ഞളുടെ ഒരു ഇതും വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ ഇങ്ങനെ ഈ വെളിച്ചെണ്ണ ഓയിലായാലും മതി കേട്ടോ. ഒന്നും ഇറ്റിക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാകെ പരക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ കേട്ടോ. ഒരു 4 പച്ചമുളക്, ഒരു പിടി ചപ്പും പൊതിനും, വേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ പാടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് നല്ലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതെല്ലാതും കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിൽ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. നല്ലൊന്ന് അരച്ച് ചെയ്യാണ്ട് നമുക്കിത് ചിക്കനിൽ നല്ല മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസാല തേക്കുമ്പോഴൊക്കെ പച്ച കളർ തന്നെ ആവും. പിന്നെ നമ്മൾ ഇത് കോഴിയൊക്കെ ചിക്കനൊക്കെ പൊരിച്ച് വന്നാൽ പിന്നെ അത് സാധാ ചിക്കൻ്റെ കളർ തന്നെ ആയി മാറും കേട്ടോ. നല്ല ചാന്ത് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നും പറഞ്ഞ ഒരു പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിൽ ഇത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഈ ചിക്കൻ ഇവിടെ നമുക്ക് മാറ്റി വെക്കാണ്ട് കേട്ടോ. എല്ലാ ഇതിലും നല്ല പിടിപ്പിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അതിങ്ങനെ പൊരിക്കുമ്പോൾ ചട്ടിക്ക് തന്നെ ഇടുമ്പോൾ ആണ് നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരണം കേട്ടോ ഈ മസാലൻ്റെ. ഇതെല്ലാ ഭാഗത്തും ഞാനിതുപോലെ ചിക്കൻ്റെ ഒക്കെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുണ്ടുള്ള പാത്രത്തേക്ക് വെച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിക്ക് കൊണ്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇതിന് പൊരിക്കണ ടൈം ആകുമ്പോൾ എടുത്തുകൊണ്ട് പൊരിച്ച് കൊടുക്കട്ടെ. നമ്മളൊന്നും ഒരേ ദിവസം മസാലകളല്ലേ ഓരോ ചിക്കനിലും ഇടുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വെറൈറ്റി ആക്കി ഉണ്ടാക്കി വെക്കാം. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇനി ഈ മസാല ഇതിൽ നല്ല പിടിക്കട്ടെ കേട്ടോ. നമ്മളിനി പൊരിക്കാനാകുമ്പോഴത്തേന് മസാല നല്ല അധികം കിടന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മളെ പിന്നെന്താണ് പരിപ്പൊന്നും നമുക്ക് പോയി നോക്കട്ടെ.
എൻ്റെ പരിപ്പ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിന് വേറൊരു ചട്ടിയിൽ ചീനച്ചട്ടി ഇട്ടിട്ട് കടുകും വേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാട്ടോ ഈ കറി. ഈ കറിയൊക്കെ പണ്ട് നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ ഉമ്മാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന കറി കേട്ടോ. വെള്ളിയാഴ്ച ഉമ്മാനോട് പറയുന്നത് പരിപ്പ് കറി മതി ഇട്ടമ്മ എന്നാണ് പറയൽ. അങ്ങനെ ചിക്കനും ഇതൊക്കെ അന്ന് അങ്ങനെ അത് ചിക്കനല്ല കൊണ്ടുവരും നമ്മളെ ചെറുപ്പത്തിൽ, ബീഫാണ് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് ഈ കറി ഉണ്ടാക്കും. ഈ കറിയും ബീഫ് പൊരിച്ചതാ വറ്റിയതൊക്കെ ആവും നമ്മളെ വീട്ടിലധികം ഉണ്ടാകുക. പിന്നെ എൻ്റെ ഉപ്പ ബീഫൊന്നും കൂട്ടാത്ത ആളായതുകൊണ്ട് ഉപ്പാക്ക് വേറെ പിന്നെ സ്രാവ് പൊരിച്ചത്, പിന്നെ നല്ല ഉണക്കമുളക് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ചിട്ട് ഉപ്പിട്ട് അരച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാവും കേട്ടോ. പിന്നെ പപ്പടം ഇതൊക്കെയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. നല്ല സൂപ്പർ കറി കേട്ടോ. എല്ലാവരും കഴിച്ച് നോക്കി. എളുപ്പമാവും ചെയ്യും, നമുക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്യും. ഏത് മീനക്കായാലും ചിക്കനക്കായാലും എല്ലാത്തിക്കും പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ല ഉഷാറായിട്ടുണ്ട്. പാകത്തുള്ള ഉപ്പും കൂടെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായി വന്നില്ലേ. നമുക്കിനി ചിക്കനൊന്ന് പൊരിച്ചെടുക്കാണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ അൽമണിൻ്റെ ചട്ടി ആയതിൻ്റെ പേരിൽ ഞാൻ അതിൽ നിന്ന് ഈ കറി മാറ്റി കൊടുക്കും കേട്ടോ. വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചാൽ കുറച്ച് ഒതുക്കം ഉണ്ടാവുമല്ലോ. വലിയ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കണ കട നല്ലതല്ലേ. ഞാൻ ചെറിയൊരു പാത്രത്തേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അലുമിനിയം പാത്രത്തിൽ നമ്മൾ കുറേ നേരം സാധനം വെച്ച് നടക്കരുതിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കുത്തു വീഴും പാത്രങ്ങൾക്കൊക്കെ. അങ്ങനെ കുത്തു വീണ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് കേടാണ്. അപ്പോൾ ഞാൻ ആ ചട്ടി കഴുകി കൊടുത്തിട്ട് ഞാൻ ഇതിൽ ചിക്കൻ പൊരിക്കട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇത് പൊരിച്ചെടുക്കട്ടെ. ഞാൻ ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുത്താലും വേവിച്ചെടുത്താലൊക്കെ അപ്പോഴേക്കപ്പോഴേ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കും. അതാണ് എൻ്റെ ചട്ടിക്ക് കുത്തുകളൊന്നും ഇല്ലാത്ത കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ചട്ടി ഒന്നും ഒരേ വൃത്തിക്ക് കിട്ടും, നല്ല ഇതായി കിട്ടും. നമ്മളിതിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അലുമിനിയം ചട്ടിക്ക് കുത്ത് വീണാൽ ഒരു ഗുണം ഉണ്ടാവില്ല, കേടുമാണ് ശരീരത്തിന്. നമുക്ക് കാണുമ്പോൾ തന്നെ പാത്രത്തിനോടൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അലുമിനിയം കുക്കറിലായാലും എന്തിലായാലും നമ്മളിങ്ങനെ അലുമിനിയം ഒരു പാത്രത്തിലും പുളിയുള്ള ഒരു സാധനം വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പൊരിക്കണതിൻ്റെ ഇടയ്ക്ക് എണ്ണയിലിട്ടപ്പോഴേ മോന് വണ്ടി വന്ന് നോക്കുകയാണ്, ഇതെന്താ ഇവിടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്നറിയാം. ഇപ്പോൾ ചിക്കനൊക്കെ വില കുറവാല്ലേ നമ്മളെ നാട്ടിൽ. മീനിനാണ് ഭയങ്കര വില. മീനിൻ്റെ അടുത്ത് എടുക്കാൻ പറ്റില്ല, അമ്മാതിരി വില. 2 കിലോ ചിക്കൻ വാങ്ങണ കായ് ഉണ്ടെങ്കിലേ 1 കിലോ മീൻ കിട്ടുള്ളൂ ഇപ്പോൾ. അത്രയും വിലയാണ് മീനിന്. നമുക്കിതൊക്കെ കോരിയെടുക്കട്ടാ. നല്ല വെന്തിട്ടിട്ടാ. നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ അതിട്ട് വേവിച്ച് കൊടുക്കട്ടാ. അലുമിനിയം ചട്ടിയാകുമ്പോൾ ഒരു പേടിയാട്ടാ. ഗ്യാസ് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങിയാണ്ടിരിക്കും. ഇപ്പോൾ ഗ്യാസിൻ്റെ ഈ അടിയിൽ വെക്കണ ഒരു വട്ട് പോലത്തെ സാധനം ഉണ്ടല്ലേ, തീ പിടിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും. വാങ്ങണം വിചാരിക്കും, വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ദിവസം വാങ്ങണം. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രങ്ങൾ നിരങ്ങി പോവില്ല എന്നാണ് പറയണത്. നമുക്കൊരു പേടിയാണ് ഈ എണ്ണയിലാകുമ്പോഴേ മേത്തുകൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഞാൻ അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ. അതിങ്ങോട്ട് കോരിയെടുക്കട്ടെ. അപ്പോൾ 2 ട്രിപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് 3ാമത്തും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ ഇത് കഴിഞ്ഞിട്ടാ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നോക്കി. നമ്മൾ സാധാരണ ഒരു വീട്ടിലുണ്ടാക്കണതാണ്, മസാല ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചതാണെന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാതും റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ചോറും പരിപ്പ് കറി ചിക്കൻ പൊരിച്ചതും. അടിപൊളി ടേസ്റ്റാട്ടാ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കി. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.